നമ്മളെല്ലാവരും ഒരു കാരണവശാലും നമ്മുടെ പേരൻസിനെയോ സിബ്ലിങ്സിനെയോ ഫ്രണ്ട്സിനെയോ ആരെയും കണ്ടമാനം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഡിപ്പെൻഡ് ചെയ്യരുത്. അത് എത്ര നല്ല സ്നേഹബന്ധത്തെയും ഉലയ്ക്കും. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാനൊരു തേപ്പ് കഥയെപ്പറ്റി സംസാരിച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആ വീഡിയോയുടെ സാരം ഒന്നും ഞാൻ പറയാം, കാരണം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കാൻ വേണ്ടി ഞാൻ അതിന്റെ സാരമായിട്ടൊന്ന് പറയാം. തേപ്പ് കഥ എന്ന് പറഞ്ഞ പോലെ ഞാനതൊരു ന്യൂജനിന്റെ വേർഷൻ അങ്ങ് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഒന്നും കാലത്ത് ഈ തേപ്പ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ന്യൂജനിന്റെ തേപ്പിനെ കുറിച്ചല്ലായിരുന്നു. പിന്നെയോ, നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവരൊരു ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേർന്ന് മക്കളും ഒക്കെ പഠിച്ച് നല്ല ജോലിയൊക്കെ ആയി ഒരു നല്ല ഉയർന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരെ കണ്ടാൽ അറിയത്തില്ല നമ്മളൊക്കെ ദോഷം ചെയ്തവരാണ് എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ പെരുമാറുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്നുമല്ല കേട്ടോ. അപ്പൊ അത് ഒരുമാതിരി തേയ്പ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു പഴമൊഴിയാണ് ഓർമ്മ വരുന്നത്. എന്താണെന്ന് അറിയാമോ? പാലം കടക്കോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ കൂരായണം. ചിലരൊക്കെ അങ്ങനെയാണ്. നമ്മളിൽ കുറച്ചു പേരെങ്കിലും അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പണ്ട് സഹായിച്ചവരെ, സ്വയം മറന്ന് സഹായിച്ചവരെ ഒക്കെ കണ്ടിട്ടൊരു അവഗണിക്കുകയും ഒരുമാതിരി പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു തേപ്പ് പോലെ തന്നെ തോന്നുന്നില്ലേ? അതാണ് ഇവിടുത്തെ തേപ്പ്. അപ്പോൾ ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം. കുറച്ചു നാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എപ്പോഴും നമ്മൾ അവരുടെ അണ്ടറിൽ നിൽക്കണം. അതാണ് അന്ന് ഹെൽപ്പ് ചെയ്തവരുടെ മൈൻഡ്. ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഫാമിലി, സിബ്ലിംഗ്, പേരൻസ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. സോ അത് നിങ്ങളുടെ സാഹചര്യം കൊണ്ട്, എന്റെയും ചിൽഡ്രന്റെയും കാരണം കൊണ്ടല്ല, അവരുടെ ബ്രദർ ഓർ സണ്ണിന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നത്. എപ്പോഴും അവരുടെ അണ്ടറിൽ നിൽക്കണം. അതാണ് എന്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. ഫാമിലിയിലാണ്, പുറത്തുള്ളവർ, ഫ്രണ്ട്സ് ഒന്നും അങ്ങനെയല്ല. ഇതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ പ്ലീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കമന്റ് ഇട്ടിയ ആൾക്ക് ഒരുപാട് താങ്ക്സ്. കാരണം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് ചോദിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടായി, ചോദിച്ചല്ലോ, അതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. എനിക്കറിയാം ഇതുപോലെ ഒരു ചിന്ത ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, നമുക്ക് അങ്ങനെ അങ്ങ് നിവൃത്തികേടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊരു സഹായം എടുക്കാവൂ. അതും കഴിവുണ്ടെങ്കിൽ അതൊരു ലോൺ പോലെ, ഒരു കടം പോലെ എടുത്തിട്ട് അത് വീട്ടാനായിട്ട് ശ്രമിക്കണം. വീട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ, ഒരു നിവൃത്തി ഇല്ലാത്തവരാണെങ്കിൽ സഹായം എടുക്കുക. പക്ഷെ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ അവർക്ക് ഒരുപാടുണ്ട്, കിട്ടുന്നത് ഇനി പോരട്ടെ, അപ്പൊ അതിനകത്ത് എന്നാ കുഴപ്പം, ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് തന്നാൽ എന്നാ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ വളരെ ഡിമാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫാമിലിക്കൊക്കെ, പേരൻസിനോ സിബ്ലിങ്സിനോ ഒക്കെ ഒരു ഗിൽറ്റി ഫീലിങ്സ്, നമ്മളെല്ലാം നല്ല നിലയിലാണ്, അവർക്ക് കഷ്ടപ്പാടല്ലേ, അതുകൊണ്ട് സഹായിക്കാമെന്ന് വെച്ച് സഹായിക്കും. എന്നിട്ട് ഈ ഫാമിലി നല്ല നിലയിലായി കഴിഞ്ഞു കഴിയുമ്പോൾ അവര് നല്ല ലാവിഷായിട്ട് ജീവിക്കും. മറ്റേ ആദ്യമേ സഹായിച്ചവര് വേണമെങ്കിൽ അത്ര നല്ല ഗതിയിലല്ലായിരിക്കും. എന്നിട്ട് അവരെ കണ്ട ഭാവം പോലും നടിക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേത്തിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട്. എനിക്ക് തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പെൺമക്കൾക്കാണ്. ഇപ്പൊ ഒറ്റ മകനുള്ളിടത്തൊക്കെ പോയി കല്യാണം കഴിച്ചിട്ടേ ആ മകന് ഇച്ചിരി കഴിവ് കുറവൊക്കെ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേത്തിന് ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ടല്ലേ. അപ്പം ഈ സ്ത്രീയുടെ പേരൻസും സിബ്ലിങ്സും അവരൊക്കെ സഹായിച്ചെന്നിരിക്കുമായിരിക്കും. ഇതിനകത്ത് മുഴുവനും അത്ര ക്ലിയർ അല്ല കേട്ടോ. ഞാനിത് വെച്ചിട്ടെന്ന് പറയുകയാണ്. ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ചുനാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അണ്ടറിൽ നിൽക്കണമെന്ന്. ഞാനൊന്ന് പറയട്ടെ, ആരും ദേഷ്യപ്പെടരുത് കേട്ടോ. ഞാനൊരു ലോജിക്കലായിട്ട് പറയുക. നിങ്ങൾക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്, പിള്ളേരുടെ ഫീസ് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ മോർട്ട്ഗേജിന്റെ എന്തെങ്കിലും അടയ്ക്കാനായിട്ടോ എന്തെങ്കിലും ആകട്ടെ, രൂപ കുറച്ച് ആവശ്യമുണ്ട്, ഒരു രക്ഷയില്ല. അപ്പൊ നിങ്ങൾക്കറിയാം ആരുടെയും അടുത്തുള്ള അയൽവക്കത്തോ ആരോടെങ്കിലും ചോദിച്ചാൽ കുറച്ച് രൂപ കടം കിട്ടുമെന്നറിയാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആ ആളോട് പോയി കടം ചോദിക്കുന്നത്? ഈവൻ നമ്മുടെ പേരൻസിനോടാണെങ്കിലും സിബ്ലിങ്സിനോടാണെങ്കിൽ പോലും നമ്മൾ ഇച്ചിരി ഭവ്യതയോടും സ്നേഹത്തോടും കണ്ണീരോടും ഒക്കെ കൂടിയായിരിക്കും നമ്മൾ ചോദിക്കുന്നത്, ഇല്ലേ? അല്ലാതെ എനിക്ക് ഇത്രയും രൂപ ആവശ്യമുണ്ട്, നീ ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുമോ? അങ്ങനെ ചോദിച്ചത് ഈവൻ സ്വന്തം പേരൻസോ സിബ്ലിങ്സോ ആരും കൊടുക്കാൻ പോകുന്നില്ല. ഉണ്ടോ? നിങ്ങൾ എന്തോ പറയുന്നു? നമുക്ക് കാശ് വേണമെന്നുണ്ടെങ്കിൽ അച്ചായ, അമ്മച്ചി, ആന്റി, അങ്കിളെ എന്നൊക്കെ വിളിക്കില്ലേ? അപ്പൊ ആ ഭവ്യതയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ എത്ര കെട്ടിന് കാശിടുന്നെന്ന് പറഞ്ഞാലും ആരും കൊടുക്കത്തില്ല. നമ്മളെ സഹായിക്കുന്നവരോട് നമ്മൾക്ക് ഇച്ചിരി ഗ്രാറ്റിറ്റ്യൂഡ് കണിശമായിട്ടും വേണം. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. നമ്മളെ സഹായിച്ചതാണേ. ഈ യുവതി പറയുന്നുണ്ട് കുറെ നാൾ സഹായിച്ചെന്ന്. അപ്പം നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? സഹായം എടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അടിമയായിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അവരെങ്ങനെ അടിമയാക്കുമോ?
എനിക്കറിയത്തില്ല അടിമയാക്കിയത് എങ്ങനെയാണെന്ന്. ആ സഹായിച്ചവർക്കൊരു സ്നേഹവും ദയയും കരുണയും ഒക്കെ ഉണ്ടായിരുന്നോണ്ടാണ് അവരും അയ്യോ നമ്മുടെ സ്വന്തമാണ് അവർ രക്ഷപ്പെടട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും സഹായിച്ചെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അല്ലാതെ അടിമയായിട്ട് എങ്ങനെ വെച്ചെന്നുള്ളത് നോട്ട് ക്ലിയർ. ഈ യുവതി പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിയെയും മക്കളെയും ഒക്കെ അവരുടെ ഫാമിലിയും സിബ്ലിങ്സും ഒക്കെ ധാരാളമായിട്ട് സഹായിച്ചു. അത് ഇവരുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അവരുടെ ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് പറയട്ടെ, ശരി എനിവേ കല്യാണം കഴിച്ചു പോയി, ഇനി ഭർത്താവിന് കഴിവുകേടാണെന്ന് പറഞ്ഞെന്നാലും ഈ സിബ്ലിങ്സിനോ ഫാമിലിക്കോ ഒക്കെ കൈമലർത്തായിരുന്നില്ലേ? ഓ ഞങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല, നീ എങ്ങനെയാണെന്നാ പോയി ജീവിക്കുക എന്നും പറഞ്ഞിട്ട് കൈമലർത്താമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല, കൈ അയഞ്ഞ് സഹായിച്ചില്ലേ, അല്ലെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ സഹായിച്ചില്ലേ? അവർക്ക് ധൈര്യമായിട്ട് പറയാൻ നിന്റെ വിധിയാണ്, നീ അനുഭവിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് പറയാതെ പറയാമായിരുന്നില്ലേ, സഹായിക്കാതെ ഇരുന്നുണ്ട്. പക്ഷെ അവര് സഹായിച്ചില്ലേ? അപ്പോൾ അവരങ്ങനെ സഹായിച്ചപ്പോൾ അവർക്ക് ശരിക്കും നല്ല മനസ്സുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവർ സഹായിച്ചത്. അപ്പോൾ ആ സഹായത്തിന് നിങ്ങൾ കണിശമായിട്ട് നന്ദിയുള്ളവരായിരിക്കണം. ഇത്രയും സഹായിച്ചവർ നിങ്ങളെ എങ്ങനെ അടിമയാക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് കുറച്ച് പകയും വിദ്വേഷവും ഒക്കെ കാണുമായിരിക്കും. കാരണം നിങ്ങളുടെ ഭർത്താവിന് ചില കഴിവുകേട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെയും കുടുംബത്തെയും ഒന്നും നിങ്ങളെയും മക്കളെയും ഒന്നും നോക്കാഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ. പക്ഷെ ഒരു കാര്യം ഓർക്കണേ, എന്നാലും അവർ സഹായിച്ചില്ലേ? അപ്പോൾ അവരെ കാണുമ്പോൾ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഒരു നല്ല വാക്ക് പറയുകയും ഒരു നല്ലൊരു ചിരിയുടെ ആവശ്യമേ ഉള്ളവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വസതിയായെന്ന് ഞാൻ കരുതട്ടെ. ഇന്ന് വസതിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാലമായി, മക്കളൊക്കെ പഠിച്ചു, ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. ആ സമയമാണെങ്കിൽ മറ്റവരുടെ, നിങ്ങളെ സഹായിച്ചവരുടെ മക്കളുടെ വിവാഹമോ അല്ലെങ്കിൽ കയറിത്താമസമോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ അതിന് തക്കതായിട്ടുള്ള ഒരു സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രദർശിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ചെയ്യണം, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കടം വീട്ടി എന്നതിനല്ല, സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ഒരാൾ സഹായിച്ചില്ലേ എന്നുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡിലും ആ സന്തോഷത്തിലും വേണം നിങ്ങൾ തിരിച്ചു ചെയ്യാനായിട്ട്. എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടിമയാകേണ്ട യാതൊരു കാര്യവുമില്ല കേട്ടോ. ചിലരുണ്ട് നമ്മൾ പണ്ട് സഹായിച്ചെന്നും പറഞ്ഞുകൊണ്ട് കണ്ടമാനം അയ്യോ തൊട്ടതിനും പിടിച്ചതിനും അവർ നിരന്തരമായിട്ട് പൈസ ചോദിക്കുക, അങ്ങനെ നിങ്ങളെ അങ്ങ് ബുദ്ധിമുട്ടിപ്പിക്കുകയാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലെയിൻ ആയിട്ട് പറയാം, നല്ല രീതിയിൽ പറയാം. അയ്യോ അച്ചായ, അമ്മേ, അല്ലെ ബ്രദർ, സിസ്റ്റർ, നല്ലതാണ്, എനിക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് നിവൃത്തികേടാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നങ്ങ് പറയുക. എന്നും പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് കാണിക്കുകയോ പിണങ്ങി മിണ്ട നടക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിയാ, കുറച്ച് മനസ്സിലൊക്കെ തോന്നിക്കാണും ഇവരെന്താ ഇങ്ങനെയെന്ന്. പക്ഷെ അത് പണ്ട് സഹായിച്ചതെന്ന് ഓർത്ത് ആ ഗ്രാറ്റിറ്റ്യൂഡില് അത് നിങ്ങൾ അങ്ങ് ക്ഷമിച്ച് കളയണം, ഫൊർഗീവ് ചെയ്ത് കളയണം. പിന്നെ അടിമയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആലോചിക്കുകയാണെ, ചില കാര്യങ്ങളൊക്കെ അയ്യോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണമെന്നോ വല്ലോ ഉപദേശിച്ചെന്നിരിക്കാം, എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യണമെന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങളൊന്ന് തിങ്ക് ചെയ്യണം, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ. നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക, ധൈര്യമായിട്ട് ചെയ്യുക. അതിനകത്ത് ആരുടെ അടിമയാകേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നമുക്കതുപോലെ ബുദ്ധിമുട്ടും പ്രയാസവും ആണെങ്കിൽ മാത്രം നമ്മൾ പേരൻസിന്റെ കയ്യിൽ നിന്നോ സിബ്ലിങ്സിന്റെ കയ്യിൽ നിന്നോ ഒക്കെ ഒരു സഹായം, ഒരു കടം മേടിക്കുകയോ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. കഴിവുണ്ടെങ്കിൽ കടം മേടിക്കണം, എന്നിട്ട് തിരിച്ചു കൊടുക്കണം. അതിനകത്ത് യാതൊരു ഇതില്ല. ഇനിയിപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അയ്യടിയെ കണ്ടില്ലേ, അവൾ എന്നോട് വന്ന് മേടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കടം മേടിക്കും, അത് തിരിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേന് അതിനകത്ത് ആ പ്രശ്നമില്ല, നമ്മൾ ഈക്വലായി ഇല്ലേ, അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാതെ അനാവശ്യമായിട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന്, അവർക്ക് ഒരുപാടുണ്ട്, ആ സിബ്ലിങ്സിനെല്ലാം നല്ല നിലയിലാണ്, അവരിങ്ങോട്ട് തരട്ടെ, എനിക്കിങ്ങനെ ഒരു ഹസ്ബൻഡ് ആയതുകൊണ്ടല്ലേ എനിക്ക് കിട്ടാഞ്ഞതെന്നൊക്കെ ഓർത്ത് അങ്ങനെയൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളെ നടത്തിയില്ലേ, ഇന്ന് നിങ്ങൾക്ക് നല്ല നിലയിലല്ലേ, നിങ്ങളുടെ മക്കളൊക്കെ നല്ല നിലയിലായില്ലേ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേണം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്നിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി തന്നെ അവരോട് ഇടപെടുകയും വേണം, പെരുമാറുകയും ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ സ്വാതന്ത്ര്യവും അടിമ വെക്കരുത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ കുടുംബക്കാരല്ലേ, കണിശമായിട്ടും അവരോട് ചെറിയൊരു കടപ്പാട് തന്നെ വേണം കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ജീവിതം ഒന്നും എപ്പോഴും സ്മൂത്ത് ആയിട്ട് സെയിം ആയിട്ട് പോകത്തില്ല. നമ്മൾക്ക് ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു താഴ്ച സമയത്താണെന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും താങ്ങി നിർത്താനായിട്ടുള്ളത് നമ്മുടെ കുടുംബമായിരിക്കും. ഓഫ് കോഴ്സ് ഫ്രണ്ട്സും എല്ലാവരും നമുക്കുണ്ട് എന്ന് പറഞ്ഞെന്നാലും
ആ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു സഹായം കിട്ടുന്നതിന്റെ ആ ഒരു സന്തോഷം വേറൊന്നാണ്. അപ്പൊ ആ ഒരു ബന്ധം, ആ കുടുംബത്തിലെ ആ ബന്ധം, സിബ്ലിങ്സ് ആയിട്ടും പേരൻസ് ആയിട്ടുള്ള ആ ബന്ധം നിലനിർത്താനായിട്ട് നോക്കണം. ശരിയാണ്, എല്ലാവരും അല്ലേ 5 വിരലുണ്ട്, 5 പേര് നമ്മുടെ തന്നെ സ്വന്തം കയ്യിൽ 5 വിരലുണ്ട്, 5 വിരലും 5 സൈസിലായിരിക്കുന്നത് അല്ലേ. പക്ഷെ ഇതെല്ലാം കൂടെ കൂടി ചേർന്നാലേ നമുക്ക് ഒരു ഉരുള ചോറെടുത്ത് ഉണ്ണാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പല വാക്ക് തർക്കങ്ങളോ ഒക്കെ വന്നിരിക്കും. അതൊക്കെ പറഞ്ഞു തീർത്ത് രമ്യതയിൽ പോവുകയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മുടെ കുടുംബക്കാരും നമ്മളെ സഹായിക്കാനില്ലെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വേദനയാണ് കേട്ടോ. ഇനി ഫ്രണ്ട്സ് ഒന്നും വന്നില്ലെങ്കിലും സാരമില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്നും സഹായം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തണം. ഏത് ജോലി ചെയ്യുന്നതിനും ഒരു കുറച്ചിലും കരുതരുത്. ഇന്നത്തെ കാലത്ത് ഇനിവേ നമ്മൾ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിപ്പോയി ഇതിനകത്ത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ. നമ്മളെല്ലാവരും ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മളിൽ ഉണ്ടാകേണ്ടിയ ഒരു ക്യാരക്ടറാണ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കുന്നത്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ ഒരു സന്തോഷം വരും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ആരും ആരുടെ അടിമയില്ലെന്ന് ഓർത്തോ കേട്ടോ. ബൈ.